ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിമ്പിൾ ടിപ്സ് മലയാളം. അപ്പോൾ ഇന്ന് കുറച്ച് ചിക്കൻ മേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കൻ മേടിച്ചപ്പോൾ ഞാൻ ഓർത്തത് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഒന്നിച്ച് ഉണ്ടാക്കിയാലോ എന്നാണ്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഒന്നിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കും ബോറില്ല, നിങ്ങൾക്കും ബോറടിക്കില്ല. കാരണം കുറേ ബ്യൂട്ടി ടിപ്സൊക്കെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് കുറച്ച് അടുക്കള വിശേഷമാകുമ്പോൾ ഒരു ഡിഫറെൻ്റ് ആവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കൂടെ ഇങ്ങനെ ഒന്നിച്ച് ഒരു കുക്കിങ്ങിലേക്ക് പോകാമെന്ന് വെച്ചിട്ട് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ശരിക്കും ഞാൻ വലിയൊരു കുക്കിംഗ് എക്സ്പേർട്ടൊന്നും അല്ല കേട്ടോ. കാരണം ഒത്തിരി പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്, ചേച്ചി നന്നായിട്ട് കുക്ക് ചെയ്യുമോ എന്നൊക്കെ. പക്ഷേ ഞാൻ സാധാരണ വീട്ടമ്മമാരൊക്കെ ചെയ്യുന്നത് പോലെ പരീക്ഷണങ്ങൾ ഒരുപാട് നടത്താറുണ്ട്. മിക്ക കുക്കിംഗ് ചാനൽസൊക്കെ കണ്ടിട്ട് ഒരുപാട് പരീക്ഷണങ്ങളൊക്കെ നടത്താറുണ്ട് കേട്ടോ. അപ്പോൾ പിള്ളേർക്ക് ഇഷ്ടപ്പെട്ട ഒരു ചിക്കൻ കറിയാണ്. നമ്മളിപ്പം ഒട്ടും സമയമില്ലാണ്ട് ഇപ്പോൾ ഒരു ഹാഫ് ആൻ അവറിലൊക്കെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന സാധാരണ ഒരു ചിക്കൻ കറി. അപ്പോൾ നമ്മൾ എല്ലാവരും കൂടി എൻ്റെ കൂടെ നിങ്ങളും കൂടെ ഉണ്ടാകുമ്പോൾ നല്ലൊരു രസമാണ് കേട്ടോ കുക്കിംഗ് ചെയ്യാനായിട്ട്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കുക്കിംഗ് ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറയാം. അപ്പോൾ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഭയങ്കര തിരക്കായി പോകും. അതുകൊണ്ട് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു നോർമലി എല്ലാവരും ഉണ്ടാക്കുന്ന ആ ഒരു ടൈപ്പ് തന്നെയാണ് കേട്ടോ. പ്രത്യേകിച്ചൊന്നുമില്ല, പക്ഷേ ഒരു രസം നിങ്ങളെയും കൂടെ ഇപ്പോൾ കാണിക്കുമ്പോൾ നല്ലതല്ലേ. അപ്പം ആ ഒരു രീതിയിലാണ്. അപ്പോൾ ഞാനിത് ചിക്കൻ ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ, മീൻസ് ഇത് വഴട്ടാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഈ ചിക്കൻ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം എല്ലാ മസാലയും ഒന്ന് കുറേശ്ശെ, മുഴുവനായിട്ടിടില്ല, കുറേശ്ശെ ഇട്ടതിന് ശേഷം കുറച്ച് നാരങ്ങാനീര് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കും കേട്ടോ. എങ്കിൽ ഇവിടെ പിള്ളേർക്കാണെങ്കിൽ അല്ലെങ്കിൽ നമ്മളിങ്ങനെ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ വെളുത്തിരിക്കും എന്ന് പറഞ്ഞിട്ട് കംപ്ലയിൻറ്റ് പറയുന്നതുകൊണ്ട് ഞാനിത് മസ്റ്റായിട്ട് ആദ്യമേ തന്നെ ചെയ്ത് വയ്ക്കും. പിന്നെ നമ്മൾ കുറച്ച് മടിച്ചായതുകൊണ്ട് ഞാൻ ഉപയോഗിക്കുന്ന എണ്ണയൊക്കെ ഭയങ്കരമായിട്ട് സൂക്ഷിച്ചൊക്കെ ഉപയോഗിക്കുള്ളൂ കേട്ടോ. സാധാരണ നമ്മൾ മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്ന എണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നിറയെ റിഫൈൻഡ് ഓയിലൊക്കെയാണ്. അപ്പോൾ ഇതെനിക്കെൻ്റെ ഫ്രണ്ട് സജസ്റ്റ് ചെയ്ത് തന്നതാണ് കേട്ടോ. ഇത് മധുരയിൽ ഉണ്ടാക്കുന്നതാണ്. സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞിട്ടൊരു കോൾഡ് പ്രസ് കോക്കനട്ട് ഓയിലാണ്. അപ്പോൾ ഇത് ഇതിനകത്ത് ബാഡ് കൊളസ്ട്രോളൊക്കെ ഒരുപാട് കുറവാണ്, ട്രാൻസ് ഫാറ്റ് ഫ്രീ ആണ്. അപ്പോൾ ഇത് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ശരിക്കും ഞാൻ വെബ്സൈറ്റിൽ നിന്നാണ് നേരത്തെ മേടിച്ചത്. ഇവർക്ക് അങ്ങനെ ഇവിടെ ഷോപ്പുകളിലൊന്നും അവൈലബിൾ അല്ല, ഒരു വെബ്സൈറ്റിൽ നിന്നാണ് മേടിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഇത് നമ്മൾ കൊച്ചുങ്ങൾക്കൊക്കെ കൊടുക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ സൂക്ഷിക്കണം. അപ്പം എന്താ പറയുക, ഈ പാരാഫിനും അങ്ങനെയൊക്കെ മിക്സായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ച് നിങ്ങൾ സൂക്ഷിച്ച് തന്നെ ഉപയോഗിക്കണം കേട്ടോ എണ്ണയൊക്കെ. പിന്നെ വെയിറ്റ് ലോസൊക്കെ കുറയ്ക്കാനും ഇതുപോലത്തുള്ള എണ്ണ ഉപയോഗിച്ചാൽ നല്ലതാണ്. അപ്പോൾ കുറച്ച് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് മിക്സിയിൽ നന്നായിട്ട് അരച്ചത് ഇട്ടിട്ട് വഴട്ടാൻ പോവുകയാണ്. അപ്പോൾ അത് വഴട്ടുന്നതാണ് നമ്മളുടെ ആദ്യത്തെ സ്റ്റെപ്പ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ എണ്ണ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കുക. അറ്റ്ലീസ്റ്റ് നമുക്കിങ്ങനെയുള്ള ഒന്നും മേടിക്കാനായിട്ട് പറ്റുന്നില്ലെങ്കിൽ നമ്മൾ കുറച്ച് ഇതുപോലത്തുള്ള കൊപ്രയൊക്കെ മേടിച്ചിട്ട് അടുത്ത മില്ലുകളിലെങ്ങാനും കൊടുത്ത് ആട്ടിയെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അല്ലാണ്ടുള്ള എണ്ണ എല്ലാം കേടാണ്. അപ്പം ഇന്നത്തെ താരം നമ്മുടെ പീയൂഷാണ്. പീയൂഷ് എനിക്ക് ശരിക്കും ഇങ്ങനെ ഇവൻ ഇങ്ങനെ ഇരുന്ന് ഇവിടെ ക്യാമറ എടുക്കണോണ്ട് ഇവൻ ഇങ്ങനെ ഇരുന്ന് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇവൻ സൈഡിൽ പോയി ഇരുന്ന് ചെയ്യണത്. അല്ലെങ്കിൽ ആൾ ഫുൾ ഇതാണ്. അപ്പോൾ ഞാൻ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പില ഇട്ടിട്ട് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് വഴട്ടുകയാണ്. അപ്പം അവൻ അവിടെ ഇരുന്ന് ചെയ്യാനൊരു വാക്കില്ല കേട്ടോ. അതുകൊണ്ട് കുറച്ച് ഞാനും കൂടെ ഒക്കെ ചെയ്യാണ്. ഇനി അത് കുറച്ച് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഉള്ളിയും പച്ചമുളകും അരിഞ്ഞത് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വെച്ചിട്ടുണ്ട്. അത് അതിനകത്തേക്ക് ഇട്ട് വഴറ്റണം. അപ്പോൾ പച്ചമുളക് എടുക്കുമ്പോൾ കൊച്ചുങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ അതിൻ്റെ ഉള്ളിലത്തെ ആ അരി എടുത്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ എരി നന്നായിട്ട് വരില്ല, പക്ഷേ പച്ചമുളകിൻ്റെ ടേസ്റ്റും കിട്ടും. അപ്പോൾ ഇത് നല്ലതുപോലെ വഴറ്റി കൊടുക്കുക. ചിക്കൻ കറിക്കകത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരുപാട് എണ്ണയൊക്കെ ഒഴിക്കും. അപ്പോൾ നമ്മൾ എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. നല്ല എണ്ണ യൂസ് ചെയ്യാനായിട്ട് ഉറപ്പായിട്ടും ശ്രദ്ധിക്കുക. അപ്പം എന്താ പറയുക, ഇത് നന്നായിട്ട് വഴണ്ട് വരാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ പിന്നെ നമ്മൾ ശരിക്കും ഈ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് എണ്ണയ്ക്കകത്തൊന്നും കാര്യം നടക്കില്ല. എനിക്കൊക്കെ നല്ലതുപോലെ എണ്ണ വേണം. അപ്പോൾ ഇത് നന്നായിട്ട് ഒരു 10-15 മിനിറ്റെങ്കിലും വഴറ്റണം കേട്ടോ. കാരണം ഉള്ളിക്കകത്ത് നല്ലതുപോലെ വെള്ളം ഉള്ളതുകൊണ്ട് നമ്മൾ നന്നായിട്ട് വഴറ്റിയെങ്കിലേ പറ്റുള്ളൂ. ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വഴറ്റാനായിട്ട് നോക്കണം. ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വഴറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വഴണ്ട് കിട്ടും. അപ്പോൾ ഇപ്പോൾ പീയൂഷാണ് വഴറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവന് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഇതിൽ വരണം നമ്മൾ. മൂത്ത് വന്നതിന് ശേഷം, ഞങ്ങൾ മൂത്തെന്നാണ് പറയുന്നത് ഇതിന്, ആ ഒരു രീതിയിൽ മൂത്ത് വന്നതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ നേരത്തെ കുറച്ച് മസാലപ്പൊടി ഇട്ടതുകൊണ്ട് ബാക്കിയുള്ള മസാലകൾ മല്ലിപ്പൊടി, മുളക് പൊടിയും ഗരം മസാല, കുരുമുളക് പൊടി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ ഇതിലേക്ക് ഇടുകയാണ്. അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ വഴട്ടും. കാരണം എന്താണെന്നറിയാമോ, ഇതിനൊരു പച്ച മണമുണ്ട്, ഇങ്ങനെ ഒരു വല്ലാത്ത സ്മെല്ലുണ്ട്. ആ സ്മെല്ല് പോകാൻ വേണ്ടിയിട്ടാണ്
ഇത് നന്നായിട്ട് ഇങ്ങനെ വഴട്ടുന്നത്. ഇങ്ങനെ വഴട്ടി ഒരു 5 മിനിറ്റെങ്കിലും ഞാൻ ഇതുപോലെ ചെയ്യും. അപ്പം തുറന്ന് വെച്ച് നമ്മളിത് ചെയ്യുന്നതുകൊണ്ട് ആ ഒരു സ്മെല്ല് ഒരു വല്ലാണ്ടൊരു സ്മെല്ലുണ്ടല്ലോ, ഈ വേടിക്കണേ ആയതുകൊണ്ടാണ് പ്രശ്നം. അപ്പോൾ വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് വറുത്ത് പൊടിക്കാം, പക്ഷേ ഇത് വറുത്ത് പൊടിച്ചതല്ല. അതുകൊണ്ട് ഇതിൻ്റെ ആ മണം മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഏകദേശമൊക്കെ ആ ഒരു മണം മാറിയിട്ടുണ്ട്, സ്മെല്ല് അത് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് നമുക്ക് ഇനി ഞാൻ നേരത്തെ പരട്ടി വെച്ചിരുന്ന മസാല, അതിനകത്ത് ഓൾറെഡി ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാത്തിനകത്തും കുറേശ്ശെ ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഇട്ട് വഴട്ടി കൊടുക്കണം. അപ്പോൾ ഇത് ശരിക്കും വഴട്ടി ഇങ്ങനെ നല്ലതുപോലെ ഇളക്കി വഴട്ടി കൊടുക്കുമ്പോഴാണ് ആ ഒരു ചിക്കൻ എന്താ പറയുക, നല്ലതുപോലെ ഈ മസാലകളെല്ലാം പിടിക്കും. പിന്നെ ഇപ്പം നമ്മളുടെ ഈ ബ്രോയിലർ ചിക്കനകത്തൊക്കെ വെള്ളം ആയതുകൊണ്ട് ഒരുപാട് വെള്ളമൊന്നും നമ്മൾ ഒഴിക്കേണ്ട, അതിനകത്തും തന്നെ വെള്ളം ഇറങ്ങും. പിന്നെ ആണ് ഞാൻ തക്കാളി ഇട്ട് കൊടുക്കണേ. തക്കാളി ഞാൻ ആദ്യം ഇത് വഴട്ടില്ല, കാരണം ഈ ഒരു എണ്ണയിൽ തന്നെ ചിക്കൻ്റെ കൂടെ അത് വഴണ്ട് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇത് നല്ലതുപോലെ ഇളക്കി വയ്ക്കുക. ഇളക്കിയിട്ട് നമ്മൾ ഇത് അടച്ച് വയ്ക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കേണ്ട. പിന്നെ മൺചട്ടിയാണ്ട് വേണമെങ്കിൽ കുറച്ച് വെള്ളം തളിച്ചോളൂ, അപ്പോൾ അതിന് കുഴപ്പമില്ല, കാരണം ചിലപ്പോൾ അടുക്കി പിടിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇത് അടച്ച് വയ്ക്കാം. അടച്ച് വെച്ചതിന് ശേഷം നമുക്ക് കുറച്ച് സമയം എടുക്കും അത് വേവാനായിട്ട്. പിന്നെ നിങ്ങൾ എന്താ പറയുക, ഈ കുറേ സമയം ഇങ്ങനെ ഇരുന്ന് കഴിയുമ്പോൾ നല്ലതുപോലെ ബ്രോയിലർ ചിക്കൻ ഒന്നും വേവാൻ ഒരുപാട് സമയം എടുക്കില്ല. ഏകദേശം ഒരു 15 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്കും തന്നെ എനിക്കൊന്ന് 15-20 മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഈ ഒരു പരുവത്തിൽ കിട്ടും. നന്നായിട്ട് വെന്തിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞോണം, ആ എണ്ണ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ കുറേ എണ്ണ ആഡ് ചെയ്യും. അപ്പം ഇങ്ങനെ നല്ല എണ്ണ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. പിന്നെ ഇവർക്ക് തന്നെ ഒരുപാട് അവരുടെ വേറെ പ്രോഡക്റ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ച് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ എന്താ പറയുക, അവർക്ക് കാസ്റ്റർ ഓയിലും അങ്ങനെയുള്ള കുറേ പ്രൊഡക്ട്സ്, നെയ്യൊക്കെ നല്ല നെയ്യൊക്കെയാണ് കേട്ടോ ഞാൻ മേടിക്കാറുണ്ട്. ഒരുപാട് സാധനങ്ങൾ അവരുടെ സ്കിൻ പ്രോഡക്ട്സും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്, നല്ല സാധനങ്ങളാണ്. ആമസോണിലും അവൈലബിൾ ആണെന്ന് തോന്നുന്നു അവരുടെ ഓൾമോസ്റ്റ് സാധനങ്ങളൊക്കെ. അപ്പോൾ ഇത് നമ്മൾ മല്ലിയില ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ട് ഇനി ഉപ്പ് നോക്കാനുള്ള സമയമാണ്. ഒരുപാട് പേര് വെയിറ്റിങ്ങിലാണ് കേട്ടോ. അതുകൊണ്ട് പൊന്നൂട്ടി മെയിനായിട്ട് വെയിറ്റ് ആണ്. അപ്പോൾ ഇവരാണ് എൻ്റെ മെയിൻ ഉപ്പ് നോക്കികൾ, പീയൂഷ് ആൻഡ് പൊന്നും. അപ്പോൾ ഇവർ പറയും കേട്ടോ, ഇവൾ ഇത്ര ചെറുതാണെങ്കിൽ കൂടി ഇവൾ നന്നായിട്ട് പറയും എന്തൊക്കെയുണ്ട്, ഉപ്പില്ലെങ്കിൽ ടേസ്റ്റ് ഇല്ല എന്ന് പറയുന്നത്. ഉപ്പില്ല എന്ന് പറയാൻ അറിയില്ല. അപ്പോൾ ആദ്യത്തെ എൻ്റെ ടേസ്റ്റ് നോക്കിയാണ്. അപ്പോൾ ഞാൻ അവൾക്ക് കൊടുത്ത് നോക്കാം. അവൾക്ക് എക്സ്പ്രഷൻസ് ഒക്കെ വരും കേട്ടോ നമ്മൾ കൊടുത്ത് കഴിയുമ്പോൾ. ചീത്തയാണെങ്കിൽ അങ്ങനെ തന്നെ അവൾ കാണിക്കും. ആൾക്കിപ്പോൾ എന്താ പറയുക, ഭയങ്കരമായിട്ട് എക്സൈറ്റ്മെൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവളുടെ കൊള്ളാം കേട്ടോ, മീൻസ് അവളിങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം നന്നായിട്ടുണ്ടെന്നുള്ളതാണ്. ഇനി നമുക്ക് പീയൂഷിന് കൊടുക്കാം. പീയൂഷിന് പിന്നെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ മസാലേൻ്റെ വരെ സ്മെല്ല് അവൻ പറയും നന്നായിട്ട്. അപ്പോൾ നേരത്തെ എന്നോട് പറഞ്ഞിരുന്നു ഓൾറെഡി, ഒന്ന് ജസ്റ്റ് ആ ഗ്രേവി ഞാൻ ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തപ്പോൾ. അപ്പോൾ പൊന്നൂട്ടി കണ്ടോ, അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ചിക്കൻ, ഭയങ്കര ഫേവറേറ്റാണ് അവൾക്ക്. നോൺ വെജിൻ്റെ ആളാണ് അവളും പീയൂഷും നോണിൻ്റെ ആളാണ്. അപ്പം നല്ലതാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും പൊന്നൂൻ്റെയും പീയൂഷിൻ്റെയും എൻ്റെയും വക ഒരു ബൈ ബൈ. ആരും കൊതിയിടണ്ട കേട്ടോ, എല്ലാവരും ഉണ്ടാക്കി കഴിച്ചോളൂ. ബൈ.